ഇതൊരു യാത്രയാണ്, ദേവാലയങ്ങളിൽ നിന്നും ദേവാലയങ്ങളിലേക്ക്, ദേവാലയ മാഹാത്മ്യങ്ങളുടെ കാണാ കാഴ്ചകളിലൂടെ. ഓരോ മനുഷ്യനും തന്റെ മനസ്സിന്റെ ഭയാശങ്കകൾ ചേർത്തുവെക്കുന്നത് ദൈവസന്നിധിയിലാണ്. ചെമ്പ് നിവാസികൾ തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത് ഇവിടെ, ഈ വിശുദ്ധ ദേവാലയത്തിൽ. അനേകം വിശ്വാസികൾക്കും തീർത്ഥാടകർക്കും ആധ്യാത്മികമായും ഭൗതികമായും ജീവനും ഉണർവും താങ്ങും തണലുമായി നിലകൊള്ളുകയാണ് വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ഈ തിരുസന്നിധി. ഞങ്ങളുടെ ഈ ഇടവകപ്പള്ളിയിൽ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന 6 സംഘടനകളാണ് ഉള്ളത്. അതോടൊപ്പം രൂപതയിൽ നിന്നുള്ള സഹകരണ സംഘടനകളും ഇവിടെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ സംഘടനയിൽ ഇപ്പോൾ 50 അംഗങ്ങളുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളായി ചെമ്പിലെ ചാത്തം, അതായത് നവംബർ 30 നടത്തുന്ന ചാത്തം നടത്തിക്കൊണ്ടിരിക്കുന്നത് KKCC ആണ്. അതുകൂടാതെ കഴിഞ്ഞ വർഷം കാർഷിക ദിനം പ്രമാണിച്ച് ഞങ്ങൾ ചെമ്പിലെ 2 കർഷകരെ ആദരിക്കുകയും അവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചത് കൂടാതെ അവർക്ക് മൊമന്റോ കൊടുത്ത് അവരെ ബഹുമാനിക്കുകയും ചെയ്തു. ഇതുകൂടാതെ അന്നേ ദിവസം തന്നെ കൃഷി പ്രോത്സാഹിപ്പിക്കാനായി ചെമ്പിലെ എല്ലാ കുടുംബങ്ങൾക്കും ഓരോ വാഴവിത്ത് നൽകിക്കൊണ്ട് അവരെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഉള്ള പരിപാടികൾ നടത്തുകയും ചെയ്തു. രോഗി സന്ദർശനവും ഭവന സന്ദർശനവും ഞങ്ങൾ നടത്താറുണ്ട്. രോഗികൾക്ക് വേണ്ട സഹായവും വിദ്യാഭ്യാസ സഹായവും ഭവന സഹായവും ഞങ്ങൾ ചെയ്തു വരുന്നു. അമ്മമാരുടെ ഉന്നമനം ലക്ഷ്യമാക്കി ഞങ്ങൾ എല്ലാ വർഷവും സെമിനാർ സംഘടിപ്പിക്കാറുണ്ട്. ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ച് ഞങ്ങൾ അമ്മമാരെ ഈ സംഘടനയിൽ നന്നായി പ്രവർത്തിക്കുന്നതിന് അവരെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ചെമ്പ് പള്ളിയുടെ ഇടവക അതിർത്തി 12 കിലോമീറ്ററോളം ചുറ്റളവിൽ വ്യാപിച്ചു കിടക്കുന്നതാണ്. എന്നാൽ 350ഓളം ഉള്ള ഇടവക സമൂഹം ഈ നാട്ടിലെ നാനാജാതി മതസ്ഥരായ മറ്റു മതസ്ഥരായിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ടാണ് ഇടപഴകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ നാട്ടിലെ നല്ലവരുടെയും നല്ല മനസ്സുള്ളവരുടെയും ഈ ഇടവക സമൂഹത്തിന്റെയും മറ്റുള്ളവരുടെയും നല്ല പ്രവർത്തനങ്ങളും സഹായവും കൊണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലം 17 ലക്ഷത്തോളം രൂപ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് ഈ പള്ളി നീക്കിവെക്കുകയുണ്ടായി. അത് ചെലവഴിക്കുകയുമുണ്ടായി. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെയും മറ്റ് സംഘടനകളുടെയും സഹായത്തോടെ 10ഓളം വീടുകൾ പൂർണ്ണമായും അതിലുപരി വീടുകൾ ഭാഗികമായും ചെയ്തു കൊടുക്കുവാൻ പള്ളിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് ബഹുമാനപ്പെട്ട വൈദികരുടെ നേതൃത്വത്തിൽ ഇടവക സമൂഹം ഒറ്റക്കെട്ടായി ഈ പള്ളിക്ക് നേതൃത്വം നൽകുകയും അതിനുള്ള സഹായവും നൽകുന്നുണ്ട്. സെന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റി ചെമ്പ് സെന്റ് തോമസ് കോൺഫറൻസ് 1960 ചെമ്പിൽ സ്ഥാപിതമായി. നിലവിൽ സംഘടനയിൽ നിന്നും 6 കുടുംബങ്ങളെയും 2 വ്യക്തികളെയും 4 വിദ്യാർത്ഥികളെയും ദത്തെടുത്ത് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു വരുന്നു. വൈക്കം ഏരിയ കൌൺസിലിന്റെയും തലയലപ്പുറം ഏരിയ കൌൺസിലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വൈക്കം ഗവൺമെന്റ് ആശുപത്രിയിൽ സ്നേഹസ്പർശം എന്ന പേരിൽ സായാഹ്ന ഭക്ഷണ വിതരണം പാചകം ചെയ്ത് രോഗികൾക്കും കൂട്ടുകിടപ്പുകാർക്കും വിതരണം ചെയ്തു വരുന്നു. ഈ ദേവാലയത്തിൽ 1933 CLC സംഘടന സ്ഥാപിതമായത്. സൂപ്പർ സീനിയേഴ്സ്, ജൂനിയേഴ്സ് അടക്കം 100ഓളം
ഈ 100ഓളം പ്രവർത്തകർ ഈ സംഘടനയ്ക്കുണ്ട്. ഇടവകയുടെ കാരുണ്യ പ്രവർത്തനങ്ങളോട് അനുബന്ധിച്ച് തന്നെ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ CLC അംഗങ്ങൾ തങ്ങളുടെ അധ്വാനത്തിൽ നല്ല ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ഒരംശം നിർദ്ധനായ കുടുംബങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈ സംഘടന ഇവിടെ നിലനിൽക്കുന്നു. ഈ ഇടവകയിൽ നിന്നും അകാലത്തിൽ മരിച്ചുപോയ പിഞ്ചു ബാലന്മാരുടെ ഓർമ്മയ്ക്കായി ക്രിസ്മസ് കരോൾ ഗാന മത്സരം ലിറ്റിൽ ഏഞ്ചൽസ് എന്ന പേരിൽ നടത്തപ്പെടുന്നു. എറണാകുളം, തൃപ്പൂണിത്തുറ, ചേർത്തല, വൈക്കം 4 ഭവനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ മത്സരം വളരെയേറെ ശ്രദ്ധ ആകർഷിക്കുന്നത്. ഇപ്പോൾ ഈ ദേവാലയത്തിന്റെ കീഴിൽ 306 ഭവനങ്ങളുണ്ട്. ഈ 306 ഭവനങ്ങളെ 12 യൂണിറ്റുകളായി തിരിച്ച് യൂണിറ്റ് മീറ്റിംഗുകൾ എല്ലാ മാസവും മുൻകൂട്ടി നിശ്ചയിക്കുന്ന പ്രകാരം നടത്തപ്പെടുന്നുണ്ട്. ആയതിലേക്ക് ബഹുമാനപ്പെട്ട വികാരി ഫാദർ വർഗീസ് മാമ്പള്ളിയുടെയും ബഹുമാനപ്പെട്ട ഫാദർ സുരേഖ് മണിപ്പാടനച്ചന്റെയും നേതൃത്വത്തിൽ കുടുംബ യൂണിറ്റുകൾ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. എല്ലാ കാര്യങ്ങളിലും കുടുംബ യൂണിറ്റുകളുടെ സഹകരണത്തോടെയാണ് ഈ ദേവാലയത്തിൽ നടത്തപ്പെടുന്നത്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമധേയത്തിലുള്ള അമ്പുതിരുനാളും വിശുദ്ധ ഔസേപിതാവിന്റെ നാമധേയത്തിലുള്ള ഊട്ടുതിരുനാളും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും യൂണിറ്റ് ഭാരവാഹികളും വളരെ നന്നായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകും. ഞങ്ങളുടെ സംഘടനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ 45 പേരടങ്ങുന്ന യുവതി യുവാക്കളടങ്ങുന്ന ഒരു സംഘടനയാണ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇടവകയ്ക്കകത്തും പുറത്തും വളരെ സുദൃഢമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് കഴിഞ്ഞ 5 വർഷമായി എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് കൊടുക്കുന്ന പൊതിച്ചോറ് വിതരണമാണ്. വൈക്കത്തുള്ള ഒരു അനാഥാലയത്തിലും ചെമ്മനത്തുകരയിലുള്ള ഒരു വൃദ്ധസദനത്തിലുമാണ് ഞങ്ങളിൽ പ്രവർത്തനം നടത്തുന്നത്. നമ്മുടെ ഈ ദേവാലയത്തിൽ എല്ലാ വ്യാഴാഴ്ചകളിലും മുത്തപ്പന്റെ തിരുനാളുകൾക്ക് വളരെയധികം ജനങ്ങൾ കുർബാന കാണാൻ നോവേനയിലും പങ്കെടുക്കാൻ വരാറുണ്ട്. എല്ലാവർക്കും കാര്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്. കൂടാതെ എനിക്ക് വ്യക്തിപരമായിട്ട് വളരെയധികം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്, ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇപ്പോൾ എന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിയിരിക്കുകയാണ്. ഞാൻ എന്നും തോമാശ്രീയോടും പിതാവായ ദൈവത്തോടും നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും എന്റെ മരണം വരെ ഈ ദേവാലയ ശുശ്രൂഷയെ തുടരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദേവാലയത്തിനോട് അനുബന്ധിച്ച് ഉള്ള സ്ഥാപനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മിക്കപ്പെടുന്നത് നമ്മളുടെ ST സിസ്റ്റേഴ്സിന്റെ കോൺവെന്റ് ആണ്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഇവിടെ ആശുപത്രി നടത്തുകയും അതുപോലെ തന്നെ നഴ്സറി നടത്തിക്കൊണ്ടുമാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ സിസ്റ്റേഴ്സ് 6 സിസ്റ്റേഴ്സ് നിലവിൽ ഇവിടെ സേവനം ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഇടവക വിശ്വാസികളുടെ ആത്മീയ പ്രവർത്തനങ്ങളിൽ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് വളരെയേറെ സഹകരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ഏറ്റവും വലിയ സഹോദരന്മാരിൽ ഒരുവൻ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന തിരുവചനത്തിൽ ശക്തി സംഭരിച്ചുകൊണ്ട് ഞങ്ങളുടെ സന്യാസ സമൂഹത്തെ ദേവദാസൻ വർഗീസ് പൈപ്പള്ളി അച്ഛനിലൂടെ വളർത്തി വലുതാക്കുകയായിരുന്നു. 1951 ഡിസംബർ 21 തീയതി അഭിവന്ദ്യമാർ അഗസ്ത്യൻ കണ്ടത്തിൽ പിതാവിന്റെ പൌരോഹിത്യ സുവർണ ജൂബിലിയുടെ സ്മാരകമായിട്ടാണ് ഞങ്ങളുടെ ഈ ശാഖാഭവനം ചെമ്പിൽ സ്ഥാപിതമായത്. ഇവിടെ ഞങ്ങൾ 6 സിസ്റ്റേഴ്സാണുള്ളത്. ചെമ്പിടവകയില് എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് ഞങ്ങൾ പങ്കുചേരുന്നുണ്ട്. ഇടവകയില് കുടുംബ വിസിറ്റും ഫാമിലി യൂണിറ്റിലും അതുപോലെ തന്നെ എല്ലാ സംഘടനകളിലും ഞങ്ങളുടെ ഭാഗഭാഗിത്വമുണ്ട്. വൃദ്ധരും പാവപ്പെട്ടവരുമായ മക്കൾക്ക് സ്നേഹ ശുശ്രൂഷ ചെയ്യുവാനും അതോടൊപ്പം തന്നെ മുക്കുവരായ മക്കളുടെ സമുദ്ധാരണത്തിനു വേണ്ടിയും പാവപ്പെട്ട മക്കൾക്ക് വിദ്യാദാന ശുശ്രൂഷ ചെയ്തു കൊടുക്കുന്നതിനും വേണ്ടിയാണ് ഞങ്ങളുടെ ഈ സമൂഹം കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത്. വർഷങ്ങൾക്ക് മുമ്പ് ചെമ്പ് പ്രദേശത്ത് വിദ്യാഭ്യാസം സിദ്ധിച്ചിരുന്നവർ വളരെ വിരളമായിരുന്നു. അന്നുകാലത്ത് ഒരു നിലത്തെഴുത്ത് കളരി മാത്രമാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ
1921 ചെമ്പ് സെന്റ് തോമസ് കത്തോലിക്ക പള്ളിയുടെ കീഴിൽ പള്ളിയുടെ സമീപത്തായി തന്നെ സെന്റ് തോമസ് LP സ്കൂൾ സ്ഥാപിതമായത്. സ്കൂളിൽ 1 മുതൽ 4 വരെ ക്ലാസുകളാണ് ഉള്ളത്. ആദ്യകാലത്ത് 1 മുതൽ 5 വരെ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അത് 4 വരെയായി ചുരുക്കി. ഇന്ന് വളരെ മനോഹരമായ ഒരു കെട്ടിടം സ്കൂളിന് പണികഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള മാനേജ്മെന്റുകളെല്ലാം നന്ദിയോടെ സ്മരിക്കുന്നു. നാളിതുവരെ ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികൾ സമൂഹത്തിന്റെ ഉന്നത നിലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. പത്മശ്രീ മമ്മൂട്ടി ഈ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളത് ഏറെ അഭിമാനത്തോടെ സ്കൂളിലെ അധ്യാപിക എന്ന നിലയിൽ ഏറെ അഭിമാനത്തോടെ ഞാൻ സ്മരിക്കുന്നു. അതുപോലെ തന്നെ ഇടവകാംഗം കൂടിയായ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ശ്രീ എബ്രാഹിം മാത്യുവും ഈ വിദ്യാലയത്തിന്റെ സന്താനമാണ് എന്നുള്ളത് ഏറെ അഭിമാനത്തോടെ തന്നെയാണ് ഓർക്കുന്നത്. ഇതുകൂടാതെ ഇവിടെയുള്ള മറ്റൊരു സ്ഥാപനം മത്തങ്കൽ ആശ്രമം എന്ന് പറഞ്ഞുകൊണ്ട്, മത്തങ്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരെ മാറിയുള്ള സ്ഥലമാണ്. അവിടെ CST ബ്രദേഴ്സിന്റെ ഒരു ആശ്രമമുണ്ട്. സെന്റ് സ്റ്റീഫൻസ് ആശ്രമം മത്തുങ്കൽ. എറണാകുളം അങ്കമാലി അതിരൂപതയില് വിശുദ്ധ സെന്റ് സ്റ്റീഫന്റെ നാമത്തിലുള്ള ഒരു ആശ്രമമാണ്. ഇവിടുത്തെ പ്രധാന പ്രവർത്തനം ബാലഭവനാണ്. ബാലഭവൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 50 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. കഴിഞ്ഞ ഈ വർഷം മുതൽ ഞങ്ങൾ ഇവിടുത്തെ പ്രവർത്തനം നിർത്തിയിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ പുതിയ നിയമാവലി അനുസരിച്ച് നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ സാധ്യമല്ലാത്ത ഒരു രീതി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വർഷം നമുക്ക് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. 1942 ചെറുപുഷ്പം സഭയുടെ ഒരു ഭവനമാണ് ഇവിടെ സ്ഥാപിതമാകുന്നത്. സഭാസ്ഥാപകനായ അഭിവന്യ മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവിന് അവകാശമായി ലഭിച്ച കുടുംബസ്വത്താണ് ഈ മത്തുങ്കൽ ആശ്രമം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഞങ്ങളിവിടെ 2 ബ്രദേഴ്സുണ്ട്. ഇവരുടെ ചാപ്പളനായിട്ട് ഒരു വൈദികനുമുണ്ട്. അങ്ങനെ 3 പേരോട് പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ സഭയുടെ സ്ഥാപകൻ അഭിവന്യ ആഗസ്തീനോസ് കണ്ടത്തി പിതാവാണ്. പിതാവിന്റെ ഇടവകയും കൂടാണ് ഈ ആശ്രമിക്കുന്ന സ്ഥലം. പിതാവിന്റെ ഷെയറൊക്കെ തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ പിതാവിന്റെ നാമധേയത്തിലുള്ള ഓർമ്മയ്ക്കായിട്ടും കൂടെ ഉള്ള ഒരു സ്ഥാപനം കൂടിയാണിത്. വിശുദ്ധ അഗസ്റ്റിന്റെ നാമത്തിലുള്ള ചെമ്പ് കപ്പേള. (1985) മാത്യു കളത്തറ ദാനമായി നൽകിയ സ്ഥലത്താണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ ഗ്രോട്ടോ ചെമ്മനാക്കരി. ഈ പ്രദേശത്ത് നിരവധി പേർക്ക് വലിയ പ്രാർത്ഥനാ സഹായമാണ് ഈ ഗ്രോട്ടോ. 2016 ഇത് ആശീർവദിച്ചത്. വിശുദ്ധ സെബസ്ത്യാനോസിനെ അമ്പെയ്ത് വധിക്കാൻ ശ്രമിക്കുന്നതാണ് ചിത്രീകരണം. വിശുദ്ധ അൽഫോൻസാമ്മയുടെ കപ്പേള. ബഹുമാനപ്പെട്ട സേവ്യർ ആവള്ളിലച്ചന്റെ കാലത്ത് 2011 ആഗസ്റ്റ് 15 ശിലാസ്ഥാപനം നടത്തിയ ഇതിന്റെ ആശീർവാദം 2012 ജൂൺ 29 നിർവഹിച്ചത് അതിരൂപത മുൻ സഹായമെത്രാൻ അഭിവന്യ തോമസ് ചക്കിയത്ത് പിതാവ്. സെന്റ് മേരീസ് ചർച്ച് ചെമ്മനാക്കരി, മേരിലാൻഡ്. മത്തുങ്കലിനും ഉദയനാപുരത്തിനും ഇടയ്ക്ക് താമസിക്കുന്ന 50ഓളം വീട്ടുകാരുടെ ആവശ്യത്തിനു വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ജോൺ നരയംപറമ്പിലച്ചൻ വികാരിയായിരിക്കുമ്പോൾ
1972 ഇത് സ്ഥാപിച്ചത്. അഭിവന്യ കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ പിതാവാണ് ആശീർവദിച്ചത്. പുതുക്കിപ്പണിത ഇന്നത്തെ ഈ ദേവാലയം ബഹുമാനപ്പെട്ട സേവ്യർ ആവള്ളിലച്ചന്റെ കാലത്ത് ആശീർവദിച്ചത് സഹായമെത്രാനായിരുന്ന തോമസ് ചക്കേത്ത് പിതാവാണ്. അഭിവന്യ മാർ ഡൊമിനിക് കോക്കാട്ട് പിതാവിന്റെ സാന്നിധ്യത്തിൽ 2005 ഡിസംബർ 31 രജത ജൂബിലി ആഘോഷിച്ച ഈ ദേവാലയം ചെമ്പ് നാടിന്റെ തന്നെ വളർച്ചയിൽ വലിയ പങ്കാണ് വഹിക്കുന്നത്. ദേവാലയത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലും സമൂഹത്തിന്റെ ആത്മീയ ഭൗതിക നേട്ടങ്ങൾക്കും കുടുംബ കൂട്ടായ്മകൾ വഹിക്കുന്ന പങ്കും എടുത്തു പറയേണ്ടതാണ്. ഇടവകയിലെ കുടുംബങ്ങളെ 12ഓളം യൂണിറ്റുകളായി വിഭജിച്ചാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ. മാസത്തിൽ ഒരു ദിനം ഒരു വീട്ടിൽ ഒത്തുചേർന്ന് പ്രാർത്ഥന, ബൈബിൾ പഠനം, പരസ്പരം അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ, കലാപരിപാടികൾ, അനുമോദനങ്ങൾ എന്നിങ്ങനെ വിവിധ പരിപാടികളോടെയാണ് കുടുംബ കൂട്ടായ്മ മീറ്റിംഗുകൾ നടക്കുന്നത്. ഇടവക വികാരി, സന്യസ്തർ, അൽമായ നേതാക്കൾ എന്നിവരുടെ സാന്നിധ്യവും ഇതിനെ ശക്തിപ്പെടുത്തുന്നു. ശക്തിയായി മാറ്റണം നമ്മൾ പാപമുറങ്ങുന്ന ഈ മണ്ണിൽ. ചോദിച്ച നൽകുന്ന മുത്തിയാൽ തുറക്കുന്ന ദൈവീക സ്നേഹത്തെ അറിഞ്ഞിടുവിൻ. നമ്മൾ സ്നേഹത്തിന്റെ രൂപങ്ങളായി പാപം വെടിഞ്ഞു നിൽക്കും സോദരരായി നമ്മൾ ഒറ്റക്കെട്ടായി ഉയർത്തിടേണം. ഗാഗുൽത്തായിലെ കുരിശു വഴികളിൽ നാഥനെ കണ്ടപ്പോൾ തരിച്ചു നിന്നു യേശുവിനമ്മ മറിയം. വെള്ളരി പാവുകൾ വ്യാകുലയായ നമ്മുടെ ത്രിലോകരാജ്ഞി. മനുഷ്യ മനസ്സുകളിൽ വിഷം കുത്തിവെക്കുന്ന യുവനേതാക്കന്മാരെ അറിയൂ ദൈവത്തിൻ മാതാവിൻ സ്നേഹം. തിന്മയെ വലവിച്ച് പിടിക്കുന്നതും പിന്നെ വലിച്ചെറിയുന്നതും സാത്താൻ. പക്ഷെ വലയെറിയുമ്പോഴും വലവിക്കുമ്പോഴും കൂട്ടത്തിലുണ്ടൊരു വ്യക്തി, നന്മയ്ക്കെന്നും ശത്രുത്തിന്മ. മനുഷ്യത്വമില്ലാത്ത പാപികളായി അശനിപാതങ്ങളായി മാറരുതേ. മനുഷ്യരെ നിങ്ങൾ നാനാവിപത്തിന് നാരായ വേരുകളാവരുതേ. ദൈവം തന്നൊരു ജീവിത സത്യത്തെ നരകത്തിൻ തുല്യമായി മാറ്റരുതേ. നിന്റെ സോദരഭാവം വെടിയരുതേ. സ്നേഹത്താൽ മർത്യനെ മാലാഖയാക്കേണ്ടു സാത്താനാക്കുന്നതും തിന്മയല്ലേ. മനുഷ്യ നീ സർവസമ്പന്നനാകുമ്പോഴും വചനവചസ്സുകളാകൂ. ഒരു സ്നേഹദീപമായി തെളിയൂ, ഒരു സ്നേഹദീപമായി തെളിയൂ.
ദണ്ടും കൈയും നീയും എന്നേക്കും വാഴ്കവേ വാഴ്ക വാഴ്ക നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിയിൽ വഴിക്കുറായിന ഡക്ക വേണ്ടി വന്നവരും എല്ലാം അറിവുകാലം വന്നടുത്തു അലയും നിൻ മക്കളെ അടിയായി വന്ന് കാത്തരുൾവാൻ കനിവു പേശുക മാർത്തുമൻ പട്ടുടൻ പരി പുടവ പതിരമുത്തു മാലയും അലങ്കരിച്ച പന്തലിൽ വന്നുതക വേണം മാർത്തുമൻ അലങ്കരിച്ച പന്തലിൽ വന്നിരുന്നരുൾക മാർത്തുമൻ അലങ്കരിച്ച പന്തലിൽ വന്നിരുതരി സാഗർ കുപീതട്ട വിമൃതത്തെ അരുൾ ചെയ്താചാരമേ ഇങ്ങനെ ഒരിത്തെ അറിഞ്ഞു മറ്റേതെന്തെന്നും മുതലതേന് ഒരിത്തെ വിധമീതു നീയറിക്കാം അരജൻ ചൂടൻ ഒരിത്തെ വിധിവേശ പ്രതി ആ അടിയാർ വന്നു ഒരിത്തെ കഴിവതി നൗവനമേ എന്നൊരു ചെയ്യുക ഒരിത്തെ കരുതിയ തീനൂരുവ വഴിയെ പോവാൻ ഒരിത്തെ ഇവരിതു ചൊന്നതിനാൽ ഉത്തര നൻപാൽ ഒരിത്തെ ഹിതം വരു മാറരു ചെയ്തു മാറ ഒരിത്തെ ഇടമരു നിന്നരനാൽ അറിവ മുൻപേ ഒരിത്തെ ഇടമരു നിന്നൊരു താൻ തകർത്തിത്തയാതിത്തേരകതയത്തേ ചെമ്പിന്റെ പൊതുജീവിതത്തിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട പരേതരുടെ ഭൗതിക ശരീരങ്ങളുടെ വിശ്രമമൊരുക്കുന്നത് ഈ സിമിത്തേരിയിൽ വളരെ മനോഹരമായിട്ടാണ് ഇവിടം ക്രമീകരിച്ചിരിക്കുന്നത്. നവവൃന്ദം മാലാഖമാരുടെ സ്വരൂപങ്ങൾ പ്രത്യേകം ആകർഷണമൊരുക്കുന്നു. അനുദിനം പ്രഭാത ബലിയർപ്പണത്തിനു ശേഷം പരേതർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന പതിവും ഇവിടെയുണ്ട്. സന്ധ്യാവേളകളിൽ ചിരാതുകളിൽ തിരിതെളിയിച്ച് കബറിടങ്ങൾ പ്രകാശപൂരിതമാക്കുന്നതും ഇവിടുത്തെ പ്രത്യേകത. മണിമാളികയും ക്രിസ്തുരാജസ്വരൂപവും ചെമ്പ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇടവകയ്ക്ക് ഒത്തിരിയേറെ സ്ഥാപനങ്ങളൊക്കെ ഉള്ള വലിയ ഒരു ഇടവക തന്നെയാണ്. നിലവിൽ നമ്മൾക്ക് ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, നമ്മൾ നിലവിൽ ഒരു സൂപ്പർ മാർക്കറ്റ് നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, പള്ളിക്ക് തന്നെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് സ്വന്തമായിട്ടുണ്ട്, അതുപോലെ തന്നെ പള്ളിയുടെ
മറ്റൊരു പറമ്പിലായിട്ട് ഒരു വലിയ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 175ഓളം പേര് വർക്ക് ചെയ്യുന്ന ഒരു ഗ്ലൗസ് കമ്പനി ഇപ്പോൾ നിലവിലോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 50ഓളം കടകൾ നമ്മളുടെ ഷോപ്പിംഗ് കോംപ്ലക്സിലായിട്ടും മറ്റുള്ള സ്ഥലങ്ങളിലായിട്ടും വാടകയ്ക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ചെമ്പ് ഗ്രാമത്തിന്റെ ജനജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ മുത്തപ്പൻ ദേവാലയത്തിന്റെ ചെമ്പ് സെന്റ് തോമസ് കത്തോലിക്ക പള്ളിയുടെ ചരിത്രം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. 710 വർഷങ്ങൾക്ക് മുമ്പ് മുഴങ്ങിയ ദേവാലയ മണിനാദം ഇന്നും ചെമ്പിലെ ജനങ്ങളെ ഓരോ പ്രഭാതത്തിലും തഴുകിയുണർത്തുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പള്ളിയാണ് ചെമ്പ് സെന്റ് തോമസ് കത്തോലിക്ക പള്ളി. എറണാകുളം ജില്ല വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 കിലോമീറ്ററിനുള്ളിൽ ചെമ്പ് പള്ളിയിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. വൈക്കം ഏറ്റവും അടുത്തുള്ള നിയർ ടൗൺഷിപ്പ് എന്ന് പറയുന്നത് വൈക്കമാണ്. വൈക്കത്ത് നിന്ന് 7 കിലോമീറ്റർ, എറണാകുളം റൂട്ടിൽ 7 കിലോമീറ്റർ അകലെയായിട്ടാണ് ചെമ്പ് സ്ഥിതി ചെയ്യുന്നത്. വളരെ നല്ല ഒരു ഗ്രാമപ്രദേശമാണ്. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കായലോരങ്ങളും കായലും ഒത്തിരിയേറെ തോടുകളും പുഴകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണ്. എല്ലാവരും വളരെ സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് ചെമ്പിനെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. ഈ ചെമ്പ് ഗ്രാമത്തിലേക്ക് ഓരോ പ്രേക്ഷകനെയും സ്വാഗതം ചെയ്തു. വിശുദ്ധ തോമാശ്ലീഹായുടെ മധ്യസ്ഥം ഓരോരുത്തർക്കും ആശംസിച്ചു ഞാൻ യാത്ര തുടരുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാത്തിരിക്കുക ദേവാലയങ്ങളിലൂടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ, ദേവാലയങ്ങളിലൂടെ, ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി. പിൻ 680309. ഫോൺ 8606420099 914802700893. ആശ്രയം നീ മാത്രമാണെന്ന് പൊന്നുമുത്തോ ചെമ്പിന്റെ കാവൽ വിളക്കായി വിളക്കും കണ്ടോടെ കാക്കുന്ന പുണ്യവാനേ.